കഴിഞ്ഞ ഈ മാസം തുടക്കത്തിൽ കെയ്റോയിൽ വെച്ച് നടന്ന സമാധാന ചർച്ചകൾ ഹമാസിന് വേണ്ടി ഏകപക്ഷീയമായി എന്നവണ്ണം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന സമാധാന ചർച്ചകൾ, ആ കരാറുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പം മാഷൊന്ന് എടുത്തു സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇതധികം നീണ്ടു നിൽക്കില്ല. ഒരിക്കൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് വയലേറ്റ് ചെയ്യപ്പെട്ടു, വീണ്ടും അത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം. എന്തായാലും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ ആ മണ്ണിലെത്തിയിരിക്കുന്നു, ഗാസയിലെത്തിയിരിക്കുന്നു. അവിടെ പത്രസമ്മേളനം നടത്തി അദ്ദേഹം അമേരിക്കയുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ അന്ന് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളും അത് ശരിവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അന്ന് നമ്മൾ ആശങ്കപ്പെട്ട അത് ശരിവെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭാവി ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് സ്ഥാനമുണ്ടാവില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിലപാട് അമേരിക്കയുടെ നിലപാടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലപാടോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഈ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഈ മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം എന്നുവെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച 24-ാം തീയതി അദ്ദേഹം ടെല്ലവീവിൽ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഒരു സംഘവും അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു സംഘം ഇസ്രായേൽ മുഴുവൻ സന്ദർശിച്ചിട്ട് ഇവരുണ്ടാക്കിയ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഒരു ഇസ്രായേൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ വന്നതാണ്. എന്നാണ് ലോകത്തോട് പറഞ്ഞത് ടെല്ലവീവ് പത്രസമ്മേളനത്തിൽ. സത്യത്തിൽ നമ്മൾ അന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്കിന്ന് പറയാൻ തോന്നുന്നത്, ഇവിടുത്തെ നമ്മുടെ ഷെറം ഷെയ്ഖിലെ കരാറിന് ഒപ്പിടാൻ ട്രംപ് പോയത് ടെല്ലവീവ് വഴിയാണ്. ടെല്ലവീവിലെ ചെന്നിട്ട് ഇസ്രായേൽ പാർലമെന്റിൽ അദ്ദേഹം പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പാർലമെന്റ് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പ്രമേയം പാസാക്കി. ഒക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം സത്യം പറഞ്ഞാൽ നെതന്യാഹുവിനെ കൊണ്ടുപോകാനാണ് പോയത്. നെതന്യാഹു പോയില്ല. നെതന്യാഹു ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കരാറിന് അർത്ഥമില്ല എന്ന് അന്ന് തന്നെ ക്ലിയറാണ്. പക്ഷെ നെതന്യാഹു പോകാതിരുന്നത് ട്രംപിന്റെ കൂടി അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് ഊഹിക്കാൻ ഇപ്പൊ നമ്മൾ ബാധ്യസ്ഥരാണ്. ട്രംപിന്റെ സെക്രട്ടറി വിദേശകാര്യ മന്ത്രി വന്നിട്ട് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അതിന്റെ സൂചനയുണ്ട്. കാരണം ആക്ച്വലി ഇവരുടെ അജണ്ട വെടിനിർത്തലല്ല. വെടിനിർത്തൽ നാടകം നടത്തിയിട്ട് ട്രംപിന്റെ ഒരു പ്രഹസനം ലോകരാജ്യങ്ങളുടെ കുറച്ച് ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വെടിനിർത്തൽ കരാർ നാടകം ബാലെ അവിടെ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒഴിച്ചാൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ യുദ്ധ പദ്ധതിയോടൊപ്പമാണ് അമേരിക്ക എന്ന് ഇപ്പൊ വെളിവാകുന്നു. ഇപ്പൊ ഇന്നലെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ വന്ന് ഈ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും എടുത്തു നോക്കൂ. ഒന്നാമത്തെ കാര്യം പറയുന്നത്, ഈ വെടിനിർത്തൽ കരാർ നിലവിൽ നടപ്പാകുന്ന കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, വെടിനിർത്തൽ നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, ഹമാസിനെ നിരായുധീകരിക്കണം. 2, ഇസ്രായേൽ സേന പിൻവാങ്ങണം. 2 കൈയും കൂട്ടിമുട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടിനും അതിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഇക്കാര്യത്തിൽ എന്താണോ അമേരിക്കയുടെ അന്ന് വ്യവസ്ഥ ഇല്ലാതിരുന്നത് ബോധപൂർവമാകണം. അന്ന് ഒരു ക്ലാരിറ്റി വരുത്തിയാൽ ചിലപ്പോൾ പലരും ഒപ്പിടില്ല. ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും കൈയടിക്കാനും പറ്റും. അതിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചു. ഒരു ധാരണ, അവ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ഈ യുദ്ധം നിർത്തും, അവസാനിപ്പിക്കും എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി. അജണ്ട ഇസ്രായേലിനും അമേരിക്കയ്ക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പൊ കൃത്യമായിട്ട് ഇസ്രായേലിന് അനുകൂലമായ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മനസ്സിലുള്ളത് എന്ന് ഇപ്പൊ വെളിവായി. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോഴത്തെ കരാർ പ്രകാരം എന്താ ഉള്ളത്? ഒന്ന്, പെട്ടെന്ന് വെടിനിർത്തി 9 ദിവസത്തേക്കെങ്കിലും വെടി നിന്നു എന്ന് പറയാം. അത്രയും ആശ്വാസം, അത്രയും ദിവസങ്ങൾ മനുഷ്യനെ കൊന്നില്ല എന്ന് പറയാം. 2, അങ്ങോട്ട് മാനുഷികമായ സഹായങ്ങൾ, മരുന്ന്, ഭക്ഷണം, വെള്ളം അതൊക്കെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ തുടങ്ങുക. 2, മൂന്നാമത്തെ കാര്യം എന്താ? ബന്ദികളെ വിട്ടയക്കുക. ഇതാണ് ഇപ്പോൾ വെടിനിർത്തലിലാകെ നടന്നത്. ഈ ബന്ദികളെ വിട്ടയക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ചോദ്യം, ബന്ദികളായി 2 പക്ഷത്തു നിന്നും തിരിച്ചു വരുമ്പോൾ ഇസ്രായേൽ പക്ഷത്തു നിന്ന് വരുന്ന ആരായിരിക്കും? ഹമാസ് പോരാളികൾ അവരുണ്ടാകും, സാധാരണക്കാരുണ്ടാകും. ഹമാസ് പോരാളികൾ വന്നാൽ അവരുടെ കയ്യിൽ ആയുധം ഇല്ലെങ്കിൽ അവരെടുക്കും. അവർക്ക് ആയുധം എടുക്കാൻ അവകാശമുണ്ടോ? അവർ ഗസയുടെ ഭരണാധികാരികളാണ്, അവരെ ഭരണത്തിൽ നിന്ന് പുറത്താക്കും. അവർ ഭരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം ക്ലിയറാക്കി പറഞ്ഞിരിക്കുന്നു, ഹമാസ് ഇനി ഗസയിൽ പാടില്ല. ഇനി വന്നാൽ തന്നെ അവരുടെ കയ്യിൽ ആയുധം പാടില്ല. അതെങ്ങാനും അന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേരാ കരാറിൽ ഒപ്പിടും? ഒരിക്കലുമില്ല, പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ സേന ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല. പിൻവാങ്ങണമെന്ന് ഇപ്പോഴും അവർ പറയുന്നുമില്ല. പകരം എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നത്?
പകരം ആലോചിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സേന, ഉം. പീസ് കീപ്പിംഗ് ഫോഴ്സ്, അതെ. UN സെക്യൂരിറ്റി, അങ്ങനെയുള്ള പറയാം, അതെ. UN സുരക്ഷാ സേനയെ അങ്ങോട്ട് അയക്കുക. ഉം. ഇനി അങ്ങോട്ട് അയക്കുകയാണെങ്കിൽ ആരാ അയക്കേണ്ടത്? UN ആണ് അയക്കേണ്ടത്. UN എല്ലാവർക്കും സ്വീകാര്യമായ, എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും അംഗീകാരമുള്ള ഒരു ഏജൻസിയാണ്. ഉം. അതിൽ ഇദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചിരിക്കുന്നു. ഉം. ട്രംപ് വെച്ച കണ്ടീഷനാണ് റൂബിയോ ചെന്ന് വിളിച്ചു പറഞ്ഞത്. ട്രംപ് പറഞ്ഞത് എന്താ? അതിൽ ഏതൊക്കെ രാജ്യങ്ങളുടെ സേനയെ പറഞ്ഞയക്കണം, ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അന്തിമമായ വീറ്റോ അധികാരം ഇസ്രായേലിനായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് കംഫർട്ടബിൾ അല്ലാത്ത, അങ്ങനെ തന്നെ വാക്ക്, ഇസ്രായേലിന് സ്വീകാര്യമല്ലാത്ത, ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു രാജ്യത്തെയും അതിൽ ഉൾക്കൊള്ളിക്കുകയില്ല. ഇങ്ങനെ ഒരു നിർദ്ദേശം ട്രംപ് വെച്ചപ്പോൾ തന്നെ ആദ്യം അതിനുവേണ്ടി കൈപൊക്കി അനുകൂലിച്ച ഒരു രാജ്യം തുർക്കിയാണ്. തുർക്കിയെ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. കാരണം അടുത്ത കാലത്ത് കണ്ടില്ലേ നമ്മൾ ടാറ്റയ്ക്കെതിരായിട്ട് തുർക്കിയിൽ വലിയ പ്രചാരണം നടന്നു. നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ടാറ്റ ആയുധ നിർമ്മാണ കമ്പനി ഉണ്ട് അവർക്ക്, ഡിഫൻസ് മെറ്റീരിയൽസിന്റെ. ആ ആയുധങ്ങൾ ഇസ്രായേലിന് വിൽക്കുന്നു. എന്താ വിറ്റൂടെ ടാറ്റക്ക്? അതെങ്ങനെ നടത്തും? മാത്രമല്ല അദ്ദേഹത്തിന്റെ രാജ്യം അത് വിലക്കിയിട്ടുമില്ല. ഇന്ത്യ രാജ്യം വിലക്കാത്ത കാലത്തോളം അദ്ദേഹത്തിന് വിൽക്കാമല്ലോ. അപ്പോൾ ടാറ്റ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ, ടാറ്റയെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തുർക്കി അക്കൂട്ടത്തിൽ ചേരാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വേറൊന്ന്, ഇനി സുരക്ഷാ സേന ഫൈനലൈസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. സുരക്ഷാ സേന അയക്കുന്ന എന്തിനാ? അവിടുത്തെ അടിയന്തരമായിട്ട് അവിടെ നഷ്ടപ്പെട്ട, തകർന്നു പോയത് പുനർനിർമ്മിക്കാനാണ്, നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കാനാണ് സുരക്ഷാ സേനയെ. സുരക്ഷാ സേനയിൽ ആരെ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള നയം പോലും ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. ഒക്ടോബർ 10 വന്ന കരാറാണ്. ഒക്ടോബർ മാസം കഴിഞ്ഞു, 10-20 ദിവസമായി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് എന്തുമാത്രം ആത്മാർത്ഥമാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ്. UN ഈ സുരക്ഷാ സേനയ്ക്ക് അന്തിമമായ അംഗീകാരം നൽകേണ്ടത് 2 കൂട്ടരാണ്. ഒന്ന് ഇസ്രായേൽ, പിന്നൊന്ന് UN. UN എന്ന് പറഞ്ഞാൽ ആരാ? UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ P5, പെർമനൻറ്റ് 5 എന്ന് പറഞ്ഞാൽ അതിൽ വീറ്റോ പവർ. ഇപ്പോൾ ഈ കരാർ പ്രകാരം, ഷെറം ഷെയ്ഖിലെ ഈജിപ്തിലെ കരാർ പ്രകാരം ഇതിൻ്റെ വീറ്റോ പവർ ഇസ്രായേലിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന UN-ന്റെ അംഗീകാരം കൂടി വേണം. UN-ൽ വീറ്റോ പവർ ആർക്കാ ഉള്ളത്? അമേരിക്കയ്ക്ക് വീറ്റോ പവർ ഉണ്ട്. അമേരിക്കയ്ക്ക് വീറ്റോ പവർ ഉണ്ട്. ഇസ്രായേലും അമേരിക്കയും തീരുമാനിക്കും ആരാണ് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവർ നടപ്പാക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നടപ്പാക്കുക? അടുത്ത ചോദ്യം എന്താ? ഹമാസിനെ നിരായുധീകരിക്കണം, അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സേന പിൻവാങ്ങണോ വേണ്ടേ തീരുമാനിച്ചിട്ടില്ല. അപ്പോഴാണ് ഹമാസിനെ നിരായുധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, എങ്ങനെ നിരായുധീകരിക്കും? സ്വയം ആയുധം താഴെ വെച്ചില്ലെങ്കിൽ ബലമായി നിരായുധീകരിക്കും. ഇതല്ലേ സാറേ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇസ്രായേലോട് നടപ്പാക്കിക്കൊണ്ടിരുന്നത്? ഹമാസിന്റെ കയ്യിൽ ആയുധമുണ്ട്. ഹമാസ് നുഴഞ്ഞുകയറ്റക്കാരാണ്, അവർ ചാവേറുകളാണ്. അവസാനത്തെ ഹമാസിനെയും ഫിനിഷ് ചെയ്യുന്നത് വരെ, ഫിനിഷ് ദ ജോബ്, അതാണല്ലോ ഇസ്രായേലിന്റെ മുദ്രാവാക്യം. ഇപ്പം ഇന്നലെ റൂബിയോ ചെന്ന് പറഞ്ഞത് എന്താ? അത് തന്നെയാണ് ശരി, ക്യാരി ഓൺ. അവർ ആയുധം താഴെ വെച്ചില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം തുടർന്ന് ഉറപ്പാണ്. അവരുടെ സ്വഭാവം വെച്ച് വെക്കുമോ? കാരണം അവർക്ക് ഇവിടെ പലസ്തീൻ ഉണ്ടാക്കാനോ അവിടെ സമാധാനം ഉണ്ടാക്കാനോ പലസ്തീനികൾക്കൊരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കാനോ യുദ്ധത്തിനുള്ള കരാറായിരുന്നു അവിടെ നടന്നത്. യുദ്ധക്കരാറാണ്. ഇപ്പോൾ നമ്മൾ വിളിക്കേണ്ടത് അങ്ങനെയാണ്. ഷെറം ഷെയ്ഖിൽ ഒപ്പുവെച്ചത് പോലും സമാധാന കരാറല്ല, യുദ്ധക്കരാറാണ് എന്ന് വേണം. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഈ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ ഇസ്രായേലിന് ഒരു ചെറിയ നീരസം ഉണ്ടാക്കുന്ന ഒരു വർത്തമാനം ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച ടെല്ലവീവിലെ പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ തോണ്ട് ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമാധാനം പറയുമ്പോൾ സമാധാനം നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ ഏകപക്ഷീയമായി പോയിട്ട് പലസ്തീൻ്റെ ഭാഗമായ യാതൊരു യുദ്ധവും ഇപ്പം നടക്കുന്നില്ലാത്ത സമാധാന പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമം, അറ്റാച്ച് ചെയ്യാൻ നടത്തുന്ന ശ്രമം ഇപ്പോൾ ശരിയല്ല. ഇപ്പോൾ അങ്ങനെ നടത്തിയാൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമാധാനത്തിന്റെ പ്രഹസനമെങ്കിലും നടക്കാതെ പോകും. അത് മാത്രമാണ് മാർക്കോ റൂബിയോ ഇസ്രായേലിനോട് പറഞ്ഞ ഒരു തലോടൽ, ഒരു ചെറിയ നിർദ്ദേശം എന്നേ പറയാനുള്ളൂ. അത് മാത്രമായിട്ട് ഇനിയിപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ല. അതുകൊണ്ട് ഇത് ഒരു യുദ്ധനാടകം എന്ന് വേണം പറയാൻ. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നേരത്തെ ഉണ്ടാക്കിയ ഒരു ധാരണ കുറച്ച് ദിവസത്തേക്ക് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇപ്പൊ മറ നീക്കി പുറത്തു വന്നു. അതാണ് റൂബിയോ പ്ലാൻ. മറ നീക്കി തനിയെ പുറത്തു വന്നതല്ല, അവർ പുറത്ത് കൊണ്ടുവന്നതാണ്. അതെ. റൂബിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ആമുഖമായി പറഞ്ഞത് ഓർക്കുക, ട്രംപിന്റെ പ്ലാൻ ബി ഇല്ല, പ്ലാൻ എ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പ്ലാൻ എന്താണ്? പ്ലാൻ എ എന്താണ്? യുദ്ധമാണോ സമാധാനമാണോ? അത് യുദ്ധമായിരുന്നു എന്ന് ഖണ്ഡിതമായിട്ട് പറയാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ റൂബിയോയുടെ
പത്രസമ്മേളനം കൂടി അപ്പോൾ തെളിവായി. ട്രംപിന്റെ 20 റോഡ് മാപ്പ്, സമാധാന റോഡ് മാപ്പ് വളരെ ക്ലിയർ ആയിട്ട് നടപ്പാക്കുമെന്ന് അസന്നിഗ്ധമായി പറയും. കൃത്യമാണത്. വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു സമാധാനവും ഒരു മധ്യസ്ഥതയും അതിനകത്തില്ല. ഏകപക്ഷീയമായൊരു പ്ലാനാണ്. അതിന് അമേരിക്ക കൂടി ഒപ്പുവെച്ചിരിക്കുന്നു, അതെ, എൻഡോഴ്സ് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പ്ലാനിനെ അമേരിക്ക ഒപ്പുവെച്ചിരിക്കുന്നു. അന്നത്തെ കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതാണ് തുർക്കിയെ ഒഴിവാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു വിയോജിപ്പ് പറയാനിടയുള്ള ഒരേ ഒരു രാജ്യമാണ് തുർക്കി. അതിനെ ഒഴിവാക്കുന്നു. വളരെ കൃത്യമാണ്. ഗാസയിൽ സമാധാനം ഒരുപാട് അകലെയാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.